ലിഗമെന്റ് ഇഞ്ചുറി സംഭവിച്ചു കഴിയുമ്പോൾ ആദ്യ കാലഘട്ടമൊക്കെ എല്ലാവരും അത് കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യും. സാധാരണ രീതിയിൽ നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെയിൻ ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും ഒക്കെ മാനേജ് ചെയ്യും. ഇതിന് ശേഷം ഒരു പക്ഷേ നിങ്ങളൊരു ഒപ്പീനിയൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ക്ലിനിക്കൽ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് വലിയ ഇൻസ്റ്റെബിലിറ്റി ഒന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ ഒരു MRI എടുത്ത് നോക്കണം എന്നൊക്കെ പറയും. MRI എടുത്ത് നോക്കുമ്പോഴും അവിടെ ഇഞ്ചുറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടിയർ ഉണ്ടാവും. ഇനി ഇതേ MRI സ്കാൻ 3, 4, 5 മാസങ്ങൾ കഴിഞ്ഞ് എടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് ടിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് കൺഫേം ചെയ്യാനും സാധിക്കും ഇവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ആക്ടിവിറ്റി നോക്കിയിട്ടും ചെറിയ ചെറിയ ഡിഫിക്കൽട്ടി ഒക്കെ നോക്കിയിട്ടും ചിലപ്പോൾ സർജറി ഉടനെ ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. അവിടെ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ടൊരു എക്സസൈസ് പ്രോഗ്രാം ചെയ്യുക. ഈ എക്സസൈസ് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിക്കവറി ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അതിനുശേഷം സർജറി വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സസൈസ് പോലും ചെയ്യില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു റീഹാബ് എക്സസൈസ് പ്രോഗ്രാം ചെയ്യില്ല. അതിന് പകരം സാധാരണ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ 3 മാസവും 4 മാസവും 5 മാസവും ഒക്കെ കഴിഞ്ഞ് നീര് വരിക, ഓരോ മാസം ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടിൽ നീര് വരിക. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗമെന്റ് ഇഞ്ചുറിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പെയിൻ ഉണ്ടാവും, നീര് വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇത് കൂടി വരുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ടിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പോയല്ലോ, പിന്നെ അങ്ങനെ അവിടെ ഓവർ സ്ട്രെയിൻ വരേണ്ട ആവശ്യമില്ല. അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് നിങ്ങളൊരു ഹെവി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും, റണ്ണിങ്ങോ ജമ്പിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഇങ്ങനെ ഇൻസ്റ്റെബിലിറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലിമിറ്റ്സ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് സ്ട്രെയിൻ വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുട്ട് കൺട്രോളായിട്ട് വെക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള കണ്ടീഷൻസ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ 2 കാലിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കാലിൽ സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരു കാലിനെ അപേക്ഷിച്ച് മറ്റേ കാലിന് സൈസ് ഡിഫറൻസ്, ഷേപ്പ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മസിൽ വേസ്റ്റിങ്ങും കൂടി അവിടെ ഉണ്ട്. നിങ്ങൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അതിനുവേണ്ട മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ സർജറി ചെയ്യാൻ റെഡി ആവണം, അല്ലെങ്കിൽ നോൺ സർജിക്കൽ സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഹാബ് ഉണ്ട്, അത് ചെയ്യാൻ റെഡി ആവണം. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഈ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് മാത്രമേ അത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.